നിങ്ങളൊരു പുതിയ ഫുട്ബോൾ ഫാനാണെങ്കിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ടീമെന്ന് പറയുന്നത് റയൽ മാഡ്രിഡ് ആണ്. നമ്മളെപ്പോഴും എല്ലാ ടീമുകളെയും അല്ലെങ്കിൽ എല്ലാ ഫുട്ബോൾ ഫാൻസും ഒരു പർട്ടിക്കുലർ ടീമിനെ ഫോളോ ചെയ്യാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് അവരുടെ സക്സസ് ആയിരിക്കും. അപ്പോൾ ആ ടീം ഭയങ്കര ദുരന്തമായി മാറുന്നു, ആ ടീമിൻ്റെ ദുരന്തം നമ്മുടെ ലൈഫിനെ വരെ ബാധിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻസൊക്കെ ഫേസ് ചെയ്യുന്ന എന്നെപ്പോണക്കത്തെ യുണൈറ്റഡിൻ്റെ ഫാനായിട്ടുള്ള എന്നെപ്പോണക്കത്തെ ഒരു ആളാണ് പറയുന്നത്, നിങ്ങൾ 1-2 വർഷമേ ആയിട്ടുള്ളൂ ഫുട്ബോൾ ഒരു പർട്ടിക്കുലർ ടീമിനെ ഫോളോ ചെയ്യാൻ തുടങ്ങിയിട്ട്, ആ ടീം അത്ര സക്സസ് അല്ല, ആ ടീം നിങ്ങൾക്ക് ദുരിതവും ദുഃഖവും മാത്രമേ തരുന്നുള്ളെങ്കിൽ നിങ്ങൾ നേരെ സ്വിച്ച് ചെയ്ത് റയൽ മാഡ്രിഡിനെ ഫോളോ ചെയ്യാൻ തുടങ്ങുക. അപ്പോൾ അത്രയ്ക്കും ക്ലിനിക്കലാണ് റയൽ മാഡ്രിഡ്. ഓരോ പ്രാവശ്യവും ആ ടീം ബാക്കിലോട്ട് പോകുന്നതനുസരിച്ച് ഇവർക്ക് തിരിച്ചു വരാൻ ഉള്ള ഇവരുടെ ഒരു പ്ലെയേഴ്സിൻ്റെ ഒരു മെൻറ്റാലിറ്റി ഉണ്ടല്ലോ, അതൊന്നും നമുക്ക് കാശ് കൊടുത്ത് മേടിക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല ആ ഒരു മെൻറ്റാലിറ്റി എന്ന് പറയുന്നത്. അത് മെൻറ്റാലിറ്റി എനിക്ക് തോന്നുന്നു റയലിൽ വന്നു കഴിഞ്ഞാൽ ആ ഒരു മെൻറ്റാലിറ്റി ഓട്ടോമാറ്റിക്കലി ആ ഒരു പ്ലേയേഴ്സിൽ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അവരുടെ ആ ഒരു ട്രഡീഷനും ഹിസ്റ്ററിയൊക്കെ വെച്ചിട്ടായിരിക്കാം പിന്നെ അവരുടെ റിക്രൂട്ട്മെൻറ്റ്സ് അവർ ഓവറോൾ കവർ ചെയ്ത് എല്ലാ ആസ്പെക്റ്റും, ഒരു ടാലൻറ്റ് മാത്രമല്ല ബാക്കിയുള്ള ആസ്പെക്റ്റും കൂടെ കവർ ചെയ്തിട്ടുള്ള റിക്രൂട്ട്മെൻറ്റ് സ്ട്രാറ്റജിയൊക്കെ ആയിരിക്കാം ഈ ഒരു റയലിൻ്റെ അല്ലെങ്കിൽ റയലിൽ വരുന്ന പ്ലെയേഴ്സിൻ്റെ ഒരു എലീറ്റ് മെൻറ്റാലിറ്റിയുടെ ഒക്കെ കാരണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം ഈ ഒരു മാച്ച് നമ്മൾ ബാർസലോണയും റയലും തമ്മിലുള്ള ഈ ഒരു എൽ ക്ലാസിക്കോ, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മാച്ച് എന്ന് പറയപ്പെടുന്ന എൽ ക്ലാസിക്കോയിൽ ഇന്നലെ ഒത്തിരി കോൺട്രവേഴ്സീസ് നടന്നിട്ടുണ്ട്. എസ്പെഷ്യലി ബാർസയ്ക്ക് അഗൻസ്റ്റായിട്ട് വന്നതായിട്ട് ബാർസയുടെ ആരാധകരൊക്കെ ഒത്തിരി സോഷ്യൽ മീഡിയയിൽ കംപ്ലയിൻറ്റ് നടത്തുന്നുണ്ട്. എസ്പെഷ്യലി മാഡ്രിഡ് എന്ന് പറഞ്ഞുകൊണ്ട് മാഡ്രിഡിനെ കളിയാക്കുന്നുണ്ട് ഒരു സൈഡിൽ, പിന്നെ റഫറിയെ ചീത്ത വിളിക്കുന്നുണ്ട്, പിന്നെ നമ്മൾ നോക്കിയാൽ ഗോൾ ലൈൻ ടെക്നോളജിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് അങ്ങനത്തെ ഒരു പ്രശ്നമൊക്കെ മുന്നോട്ട് വന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഗോൾ ലൈൻ ടെക്നോളജി എന്ന് പറയുന്നത് റയലും ബാർസ, ലോകത്തിലെ ഏറ്റവും വലിയ ഫാൻ ബേസ്, ഏറ്റവും വലിയ 2 ടീമുകൾ തമ്മിൽ കളിക്കുന്ന ഈ ഒരു ലീഗിൽ ഗോൾ ലൈൻ ടെക്നോളജി ഇല്ല എന്നുള്ളത് ലാലിഗയുടെയും സേവിയർ തേബാസിൻ്റെയും ഒക്കെ തെറ്റാണ്. അപ്പോൾ കൂടുതൽ തെറിവിളികളും ഈ കോൺട്രവേഴ്സികൾക്കുള്ള തെറികൾ റയലിനെ എഗൻസ്റ്റായിട്ട് അല്ലെങ്കിൽ റയൽ ഫാൻ ബേസിനും റയൽ ഫുട്ബോൾ ക്ലബിനും എഗൻസ്റ്റായിട്ട് വരുന്നതിലും കൂടുതൽ ലാലിഗയ്ക്ക് എഗൻസ്റ്റായിട്ടാണ് ക്രിറ്റിസിസം വരേണ്ടത് എന്നാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള അഭിപ്രായം. കാരണം ഒരു 3-3.5 മില്യൺ യൂറോസ് മുടക്കി കഴിഞ്ഞാൽ ഒരു ഹോൾ സീസൺ ഈ ഒരു ഗോൾ ലൈൻ ടെക്നോളജി കവർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇങ്ങനത്തെ ഹൈ ഇൻറ്റൻസിറ്റി ഇത്രയും വലിയ ഫാൻ ബേസ് ഉള്ള 2 ടീമുകൾ കളിക്കുമ്പോഴത്തേനും എന്ത് വേണേലും ഇങ്ങനത്തെ ക്രൂഷ്യൽ ഡിസിഷൻസൊക്കെ ഒത്തിരി മാറ്റർ ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ വെറുതെ തെറിയാക്കേണ്ട അവസ്ഥ വന്നില്ല. അപ്പോൾ എന്താണേലും ഇങ്ങനെ ഒത്തിരി ക്യാമറാസ് വെച്ച് ഗിമിക്ക് നടത്തുന്നതിനേക്കാളും ഇങ്ങനത്തെ ടെക്നോളജീസ് കൂടുതൽ കൊണ്ടുവരാൻ വേണ്ടി ലാലിഗ ശ്രമിക്കണം. പ്രീമിയർ ലീഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ ഫുട്ബോൾ ലീഗ് എന്ന് പറയപ്പെടുന്ന ലാലിഗയിൽ ഗോൾ ലൈൻ ടെക്നോളജി ഇല്ല എന്ന് പറയുന്നത് ശരിക്കും നാണക്കേടാണ്. ഇന്നലത്തെ മാച്ചിൽ നമ്മൾ 2 ടീമിനെ തമ്മിൽ നോക്കിയാൽ റയലിൻ്റെ ടീം ആ ഒരു മാൻ സിറ്റിക്ക് അഗൻസ്റ്റായിട്ടുള്ള മാച്ചിന് ശേഷം റയലിൻ്റെ ടീം ഭയങ്കര ടയർഡാണ്. അവരുടെ പ്ലെയേഴ്സ് അവരുടെ ഫുൾ ടീമിനെ ഈ ഒരു എൽ ക്ലാസിക്കോയിൽ ഇറക്കിയേ പറ്റത്തുള്ളൂ എന്ന് പറയുന്നൊരു അവസ്ഥയായിരുന്നു അവരുടെ. അപ്പം അങ്ങനെ അവർ ആ ഒരു ഫുൾ ടീമിനെ ഇറക്കുന്നു. ടീമിലെ പ്ലെയേഴ്സൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും വെടി തീർന്ന ഒരു അവസ്ഥയാണ്. കാരണം അത് റയലിൻ്റെ മാത്രമല്ല, മാൻ സിറ്റിയുടെ ആ ഒരു FA കപ്പ് മാച്ച്, ചെൽസിക്കെതിരെയുള്ള FA കപ്പ് മാച്ച് നോക്കിയാലും അവിടെയും പ്ലെയേഴ്സ് ഭയങ്കരമായിട്ട് ഡ്രെയിൻഡ് ഔട്ടാണ്. അപ്പോൾ ഈ 2 ടീമും ലോകത്തിലെ 2 നല്ല ടീമുകൾ തമ്മിൽ കളിച്ച് അവർ 2 പേരും തളർന്ന അവശരാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥ ശരിക്കും പറഞ്ഞാൽ ബാർസയെ സംബന്ധിച്ച് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയായിരുന്നു. ബാർസയ്ക്ക് മാച്ച് ഉണ്ടായിരുന്നു, പക്ഷേ ബാർസ അത്രയും ഡ്രെയിൻഡ് ഔട്ട് അല്ല. അവരുടെ ഓൺ ഫീൽഡ് പ്ലെയേഴ്സിൻ്റെ പെർഫോമൻസ് കണ്ടു കഴിഞ്ഞാൽ, അവരുടെ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബാർസ ആദ്യം ഗോൾ അടിച്ചു. റയലിൻ്റെ ആരാധകർ അന്നപ്പോഴേ പറയുന്നുണ്ടായിരുന്നു, ആ ഒരു ക്രിസ്ത്യൻസൺ സെറ്റ് പീസ് വഴി ഗോൾ സ്കോർ ചെയ്ത സമയത്ത് തന്നെ റയൽ ആരാധകർ പറയുന്നുണ്ട് നിങ്ങൾ ചെയ്തത് വലിയ തെറ്റാണ്. ഇത് ജനറലായിട്ടുള്ള ഒരു സേയാണ്. റയൽ ഫാൻസ് പറയുന്നൊരു കാര്യമാണ്, ഞങ്ങൾക്കെതിരെ ആദ്യം ഗോൾ അടിക്കരുത് മക്കളെ, നിങ്ങൾ അനുഭവിക്കും. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അറ്റ് ദ എൻഡ് ഓഫ് ദ മാച്ച് നമ്മൾ നോക്കിയാൽ അത് ശരിയാണ്. അപ്പോൾ ഈ ഒരു മാച്ചിൽ ശരിക്കും റയൽ ആ ഒരു മിഡ് ബ്ലോക്കൊക്കെ ക്രിയേറ്റ് ചെയ്ത് പെനിട്രേറ്റ് ചെയ്യാൻ വേണ്ടി ബാർസയെ ബുദ്ധിമുട്ടിപ്പിച്ച്, ബാർസ കൂടുതലും അങ്ങനെ അങ്ങനെ പെനിട്രേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിലും ബാർസയുടെ അറ്റാക്ക് കുറേ കൂടെ എഫക്റ്റീവ് ആയിക്കൊണ്ടിരുന്നത് സെറ്റ് പീസ് വഴിയാണ്. സെറ്റ് പീസ് വഴി ബാർസയുടെ അറ്റാക്ക് ഓരോ പ്രാവശ്യം വരുമ്പോഴും ഗോൾ സ്കോർ ചെയ്യും എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള അറ്റാക്ക് ബാർസയ്ക്ക് നടത്താൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. പക്ഷേ റയലിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ, റയൽ ആ ഒരു കണ്ടിന്യൂസ് ഇൻ്റർവെൽസിൽ ഓരോ പ്രാവശ്യം പുറകോട്ട് പോകുമ്പോഴും തിരിച്ചു വരാനുള്ള റയലിൻ്റെ കഴിവ് ഓരോ പ്രാവശ്യം 1-0 പുറകെ നിൽക്കുമ്പോഴത്തേനും നേരെ ആ ഒരു പെനാൽറ്റി ജയിച്ച് വിനീഷ്യസ് സ്കോർ ചെയ്യുന്നു. പെനാൽറ്റി എന്ന് പറയുന്നത് അത് വേറൊരു വലിയൊരു കോൺട്രവേഴ്സി ആയിരുന്നു. ആ ഒരു കോൺട്രവേഴ്സി കുറിച്ച് പറയുകയാണെങ്കിൽ, റഫറിയെ ഞാൻ അതിനകത്ത് കുറ്റം പറയത്തില്ല. VAR വേണമെങ്കിൽ കുറ്റം പറയാം,
അതും ഫുള്ളായിട്ട് കുറ്റം പറയാൻ പറ്റില്ല, കാരണം VARന് അപ്പോൾ ആ ഒരു കുബാർസിയുടെ ആ ഒരു ലെഗ് അത് അത് പ്ലാൻ ചെയ്തിരിക്കുന്നത്, അത് മൂവ് ചെയ്യുന്നില്ല, ആ ഒരു ലെഗ് പ്ലാൻഡായിട്ട് അവിടെ നിൽക്കുന്നു. വാസ്കസ് അങ്ങോട്ട് ചെന്ന് കോൺടാക്റ്റ് മേക്ക് ചെയ്ത് പുള്ളി ആ ഒരു ജമ്പൊക്കെ നടത്തി അങ്ങനെ ആ ഒരു പെനാൽറ്റി വിൻ ചെയ്തത് ശരിക്കും പറഞ്ഞാൽ അത് വളരെ സ്ക്രൂട്ടനൈസ് ചെയ്ത് നമ്മൾ ആ ഒരു വീഡിയോ കാണുമ്പോഴേ അത് മനസ്സിലാകത്തുള്ളൂ. അങ്ങനത്തെ ഡിസിഷൻസ് വേണമെങ്കിൽ റയലിന് ഫേവറായിട്ട് കൊടുക്കാം, വേണമെങ്കിൽ ബാർസയ്ക്ക് ഫേവറായിട്ട് കൊടുക്കാം. അപ്പോൾ ആ രീതിയിലാണ് ഈ ഡിസിഷൻസ് യൂഷ്വലി നമ്മൾ ഫുട്ബോളിൽ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ കെയോസൊക്കെ ശരിക്കും ഫുട്ബോളിനെ യൂഷ്വലി നമ്മൾ ന്യൂട്രലായിട്ടുള്ള ആൾക്കാർ കാണുമ്പോഴത്തേനും ഇങ്ങനത്തെ ഡിസിഷൻസ് എപ്പോഴും ഫുട്ബോളിനെ കുറേ ഇൻട്രസ്റ്റിംഗ് ആക്കും. പക്ഷേ ഇത് അനുഭവിക്കുന്ന ആൾക്കാരെ ചീത്ത വിളിച്ച് പോകും, അവരെയും കുറ്റം പറയാൻ വേണ്ടി പറ്റത്തില്ല. അപ്പോൾ ഫെർമിൻ ലോപ്പസ് ആ ഒരു സെക്കൻഡ് ഹാഫിലും ഗോൾ സ്കോർ ചെയ്തു, 2-1 മുന്നിൽ എത്തുന്നു. പിന്നെ അവർ ഗോൾ സ്കോർ ചെയ്യാനുള്ള ഇവർ ഇത്രയും ഉൾവലിഞ്ഞ് നിൽക്കുന്ന ടീമായിട്ട് പോലും അവർ റയൽ വീണ്ടും അവിടുന്ന് തിരിച്ചു വരുന്ന അവരുടെ ഒരു കഴിവ് ശരിക്കും പറഞ്ഞാൽ ഇവരുടെ 2 കാലും വെട്ടിക്കളഞ്ഞാലും, റയലിൻ്റെ പ്ലെയേഴ്സിൻ്റെ 2 കാല് വെട്ടിക്കളഞ്ഞാലും അവർ എഴഞ്ഞു വന്ന് ഗോൾ സ്കോർ ചെയ്യും. അതാണ് റയലിൻ്റെ പ്ലെയേഴ്സിൻ്റെ മെൻറ്റാലിറ്റി. പിന്നെ ബാർസ ശരിക്കും ആ ഒരു എക്സ്ട്രാ ടൈമിൽ കൺസീഡ് ചെയ്ത ഗോൾ അത് കുറച്ചുകൂടെ കണ്ടെയ്ൻ ചെയ്ത് കുറച്ചുകൂടെ കോമ്പാക്റ്റായിട്ട് ഡിഫെൻഡ് ചെയ്ത് ഗോൾ അല്ലെങ്കിൽ ഗെയിം സീ ത്രൂ ചെയ്യണമായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. ആ ഒരു 2-2 ആണെങ്കിലും ബാർസയെ സംബന്ധിച്ച് ബെർണബേയിൽ വന്നിട്ട് ഇത്രയും ഫോമിൽ കളിക്കുന്ന റയലിനെതിരെ 2-2 സമനിലയിൽ പോകുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമൊന്നുമല്ല. അപ്പോൾ അതിനുവേണ്ടി ബാർസ ശ്രമിക്കണമായിരുന്നു. ബാർസ കൂടുതൽ അറ്റാക്കിന് ശ്രമിച്ചു, ആ ഒരു ഗോൾ കൺസിഡർ ചെയ്തു. ആ ഒരു ബെല്ലിംഗാമിൻ്റെ ആ ഒരു ഗോൾ പോച്ചിങ് എബിലിറ്റി ഉണ്ടല്ലോ, അത് വളരെ ചുരുക്കം പ്ലെയേഴ്സിലുള്ള ഒരു കഴിവാണ്. ശരിക്കും വെറും ഒരു ഗോൾ പോച്ചർ മാത്രമല്ല ബെല്ലിംഗാം. ആ ഒരു മിഡ്ഫീൽഡിൽ നമ്മൾ നോക്കി, മിഡ്ഫീൽഡിൽ പുള്ളിയുടെ ഫിസിക്കാലിറ്റിയും പുള്ളിയുടെ സ്ട്രെങ്തും ഒക്കെ യൂസ് ചെയ്ത് ബോൾ വിൻ ചെയ്യുന്നു, പുള്ളിയുടെ വിഷനും അതെല്ലാം ആ ഒരു മിഡ്ഫീൽഡിൽ പുള്ളി ഇഞ്ചെക്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അല്ലാതെ ചുമ്മാ ഒരു ഗോൾ പോച്ചർ മാത്രമല്ല ഈ ഒരു ജൂഡ് ബെല്ലിംഗാം ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് 20 വയസ്സുള്ള ഈ ഒരു മനുഷ്യൻ കണ്ടിന്യൂസ് ആയിട്ട് എൽ ക്ലാസിക്കോയിൽ ആ ഒരു എന്നാ പറയുന്നത് എക്സ്ട്രാ ടൈമിൽ ഗോൾ സ്കോർ ചെയ്ത് റയലിനെ ജയിപ്പിക്കുക എന്ന് പറയുന്നത് ശരിക്കും 20ാമത്തെ വയസ്സിൽ മിക്കവാറും ഈ ഒരു സീസണിൽ ബാലൺ ഡി ഓർ ജയിക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് ജൂഡ് ബെല്ലിംഗാമിന്. പ്ലസ് യൂറോസ് ഒരു സൈഡിൽ, ചാമ്പ്യൻസ് ലീഗ് വേറൊരു സൈഡിൽ. എൻ്റെ പൊന്നെ, ഈ ഒരു സീസൺ ശരിക്കും അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ, ഇതെല്ലാം വന്നു കഴിഞ്ഞാൽ ശരിക്കും ഈ ഒരു സീസൺ ജൂഡ് ബെല്ലിംഗാമിൻ്റെ സീസണായിട്ട് അറിയപ്പെടും. ഇപ്പം ബാർസ ആരാധകരുടെ കാര്യം നോക്കിയാൽ അവർ ഒത്തിരി ഫ്രസ്ട്രേറ്റഡ് ആകേണ്ട കാര്യമൊന്നുമില്ല. കഴിഞ്ഞ സീസണിൽ റയലിൻ്റെ അവസ്ഥ നിങ്ങൾ നോക്കി, ആകപ്പാടെ റയൽ കോപ്പ ഡെൽറേ മാത്രമേ ജയിച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ സീസണിൽ അവർ ജൂഡ് ബെല്ലിംഗാം, ആർദ ഗുളർ, അപ്പോൾ അങ്ങനത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജോസേലു അങ്ങനത്തെ പ്ലെയേഴ്സിനെയൊക്കെ കൊണ്ടുവരുന്നു. അപ്പം പിന്നെ മാനേജറിൻ്റെ ഇൻഫ്ലുവൻസ്, പ്ലെയേഴ്സിൻ്റെ ആറ്റിറ്റ്യൂഡ്, മാനേജറിൻ്റെ ഇന്നത്തെ മാച്ചിലും ഡോൺ കാർലോയുടെ സബ്സ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ ഗെയിം ചേഞ്ച് ഉണ്ട്. കറക്റ്റ് സമയത്ത് ആ ഒരു ടീം സ്ട്രഗിൾ ചെയ്യുന്നു, ഫിസിക്കലി സ്ട്രഗിൾ ചെയ്യുന്നു എന്ന് കാണുന്ന സമയത്ത് ആ പുള്ളി ആ ഒരു കറക്റ്റ് റൈറ്റ് മൊമെൻറ്റിൽ ആ ഒരു എന്നാ പറയുന്നത് ഇൻ ഗെയിം മാനേജ്മെൻറ്റ് കാർലോടെ ഹാറ്റ്സ് ഓഫ് സമ്മതിച്ചേ പറ്റത്തുള്ളൂ. അപ്പം ബാർസലോണയാണെങ്കിലും അവർ ഇനിയിപ്പം വരുന്ന സീസൺ നമ്മൾ റയലിനെ നോക്കിയാൽ റയൽ എംബാപ്പെ വരും, മേ ബി അതിൻ്റെ അടുത്ത സീസണിൽ കോച്ചായിട്ട് ആഞ്ചലോട്ടി പോയിട്ട് അലോൺസോ വരും. അങ്ങനെ ഓരോ സീസണിലും റയലിനെ സംബന്ധിച്ച് അവർക്ക് വ്യക്തമായിട്ടുള്ളൊരു പ്ലാനുണ്ട്. അപ്പോൾ അതിനെ ടാക്കിൾ ചെയ്യാൻ വേണ്ടി ബാർസയ്ക്ക് പുതിയ കോച്ച് വരുന്ന സീസണിൽ പുതിയ കോച്ച്, ചാവിയെ മാറ്റി പുതിയ കോച്ച് വരണം, നല്ല പ്ലെയേഴ്സിനെ കൊണ്ടുവരണം. ആകെപ്പാടെ അറ്റാക്കിംഗ് ത്രെട്ട് എന്ന് പറയുന്നത് ആ ഒരു ടീമിൽ യമാൽ മാത്രമായിരുന്നു. അപ്പോൾ അങ്ങനെ ഈ ഒരു ഫെലിക്സിനെ ഒന്നും എനിക്ക് തോന്നുന്നില്ല, ഫെലിക്സിനൊന്നും ഒരു ലോങ് ടൈം ഫ്യൂച്ചർ ബാർസയിലുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ക്യാൻസലോയെ ഒത്തിരി ആൾക്കാർ തെറി പറയുന്നുണ്ട്. ക്യാൻസലോയെ തെറി പറയേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നലത്തെ മാച്ചിൽ ക്യാൻസലോ മോശമായിട്ടാണ് പെർഫോം ചെയ്തത്. പക്ഷേ ഈ ഒരു PSG-ക്കും ഈ ഒരു റയലിനെതിരെയുള്ള മാച്ചൊക്കെ മാറ്റി നിർത്തിയാൽ ഈ ഒരു സീസണിൽ ക്യാൻസലോ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ റൈറ്റ് പ്രൈസിന് ഇങ്ങനത്തെ ഒരു പ്ലെയറിനെ കിട്ടുകയാണെങ്കിൽ മേടിക്കണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു പ്രശ്നം. പക്ഷേ ഡിഫെൻസീവ്ലി കുറച്ച് വൾണറബിലിറ്റി ഉണ്ട്, ആ ഒരു ഡിഫെൻസീവ് വീക്ക്നെസ് ഉണ്ട് ആ ഒരു പ്ലെയറിന്. അപ്പം ഇതൊക്കെയാണ് ഈ ഒരു മാച്ച് കണ്ടപ്പോൾ എനിക്ക് തോന്നി. എന്നെ സംബന്ധിച്ച് യുണൈറ്റഡ് ഫാൻ എന്നുള്ള രീതിയിൽ ഞാൻ തകർന്നിരിക്കുകയായിരുന്നു. ഇപ്പം എൽ ക്ലാസിക്കോ ഇങ്ങനത്തെ മാച്ചൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര എൻ്റർടൈനിങ് ആണ്. സോ താങ്ക്സ് ടു എൽ ക്ലാസിക്കോ, റയൽ മാഡ്രിഡ്, ബാർസലോണ. അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻസ് ആയിടണം. മറ്റൊരു നല്ല വീഡിയോ ആണ്. ബൈ.